സ്നേഹമുള്ളവരെ, ബൈബിൾ കാലത്ത് ഇസ്രായേൽക്കാരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ കാനാന്യരായിരുന്നു. ഈ കാനാന്യരുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ വാചകങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നോഹയുടെ പ്രളയകാലത്തിന് മുൻപേ ലോകത്തിലുണ്ടായിരുന്ന സകല മനുഷ്യരും പ്രളയത്തിൽ കൊല്ലപ്പെടുകയും നോഹയും നോഹയുടെ കുടുംബവും മാത്രം പെട്ടകത്തിൽ കയറിയതിനാൽ ഈ പ്രളയത്തെ അതിജീവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മക്കൾ 3 പേരുണ്ടായിരുന്നു. ഹാം, ഷേം, യാഫത്ത് എന്നിവരാണ് ആ 3 മക്കൾ. ഇതിൽ ഷേമിൻ്റെ മക്കളാണ് പിന്നീട് സെമറ്റിക് ജനത എന്നറിയപ്പെടുന്ന ഇസ്രായേൽക്കാരായിട്ട് മാറുന്നത്. ഹാമിൻ്റെ മക്കളും അനന്തര തലമുറയുമാണ് ഇസ്രായേൽക്കാരുടെ ശത്രുക്കളായിട്ടുള്ള കാനാന്യരായിട്ട് മാറുന്നത്. കാനാന്യരെ പറ്റിയിട്ട് പറയുന്നത്, എല്ലാ കാലഘട്ടങ്ങളിലും നീ ഇസ്രായേൽക്കാരുടെ അടിമകളായിരിക്കും. അതിന് കാരണം എന്താണ്? നോഹയാണ് ആദ്യമായിട്ട് ഭൂമിയിൽ കൃഷി തുടങ്ങിയതത്രേ. അദ്ദേഹം മുന്തിരിത്തോട്ടം വെച്ചുപിടിപ്പിക്കുകയും ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കിട്ടിയ വീഞ്ഞ് അയാൾ പാനം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അയാൾ ലഹരിക്ക് അടിമപ്പെടുകയാണ്. മദ്യപിച്ച് കിടക്കുന്ന അയാളുടെ ദേഹത്ത് നിന്ന് വസ്ത്രം മാറിപ്പോയി വിവസ്ത്രനായിട്ട് കിടക്കുന്ന അയാൾ, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹാം, അദ്ദേഹത്തിൻ്റെ നഗ്നത കാണുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നഗ്നത കണ്ടുവെന്ന് മാത്രമല്ല, താൻ പിതാവിൻ്റെ നഗ്നത കണ്ടു എന്നുള്ള ഒരു കാര്യം അയാൾ തൻ്റെ സഹോദരന്മാരായിട്ടുള്ള ഷേമിനെയും യാഫത്തിനെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ആകട്ടെ ഒരു തുണിയെടുത്ത് പുറകോട്ട് തിരിഞ്ഞ് പുറകോട്ട് വന്ന് പിതാവിൻ്റെ നഗ്നത കാണാതെ അയാളുടെ നഗ്നത മറയ്ക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്ര വലിയ ഒരു ജനതയുടെ പിതാവായിട്ട് ഷേം മാറുന്നതും ഒരു അടിമ ജനതയുടെ പിതാവായിട്ട് ഹാം മാറുന്നതും അതുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ നഗ്നത മറയ്ക്കുക, അയാളുടെ മാനത്തിന് വിലയിടാതിരിക്കുക, വ്യക്തിത്വത്തെ സൂക്ഷിക്കുക, അന്തസ്സ് സംരക്ഷിക്കുക, ഇതാണ് അത്ര ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും ഏറ്റവും വലിയ നന്മയും. യൗസേപ്പ് പിതാവിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്നുള്ളത് അയാൾ തിരഞ്ഞെടുക്കപ്പെടാനായിട്ടുള്ള ഒരു കാരണം ഇയാളുടെ ഈ മനസ്സായിരുന്നു. മറിയം ഒരിക്കലും അപമാനിതയാകരുത് എന്നുള്ളത്. അപമാനിക്കാനാണെങ്കിൽ എല്ലാവിധ കാരണങ്ങളും ഉണ്ടായിരുന്നു. തന്നിൽ നിന്നല്ലാതെ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെയും അവളെ 4 കൂടുന്ന കവലയിൽ കൊണ്ടുപോയി നിർത്തി 4 പാട് നിന്നും മനുഷ്യർ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കുക, അതുവഴിയായിട്ട് അവൾക്കുണ്ടാകുന്ന അപമാനത്തെ നിസാരവൽക്കരിക്കുക, ഇത് അയാൾക്ക് ചെയ്യാമായിരുന്നു. എങ്കിൽ പോലും അയാൾ ആദ്യമേ തന്നെ ചിന്തിച്ച കാര്യം, അവൾ ഒരിക്കലും അപമാനിക്കപ്പെടരുത്, അവൾ അപമാനിക്കപ്പെടരുത് എന്നുള്ള യൗസേപ്പ് പിതാവിൻ്റെ ആ തീരുമാനം അയാൾക്ക് മറ്റൊരാൾക്കും കിട്ടാത്ത തരത്തിലുള്ള ഒരു വിശേഷണത്തിന് അർഹനാക്കി. യൗസേപ്പ് നീതിമാനാകയാലും നീതിയായിട്ട് ഇത് സുവിശേഷം കാണുകയാണ്. യൗസേപ്പ് പിതാവിന് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു കരുത്തും ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള നന്മയും ഉണ്ടായത്? യൗസേപ്പ് പിതാവ് ഉറങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്. അപമാനിക്കരുത് എന്ന് ആലോചിച്ച് ഈ അപമാനിക്കരുത് എന്നുള്ള ആശയമാകുന്ന മെത്തയിൽ യൗസേപ്പ് പിതാവ് കിടന്നുറങ്ങുമ്പോൾ ഇതാ മാലാഖ സ്വപ്നത്തിൽ വന്നിട്ട് അവനോട് പറയും, മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇതൊരു വലിയ അറിവായിരുന്നു യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കലും സാധാരണ ചിന്തയിലും ബുദ്ധിയിലും അംഗീകരിക്കാൻ വയ്യാത്ത അറിവ് ഇതുവരെയുള്ള മനുഷ്യ ചരിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു അറിവായിരുന്നു ഇത്. പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ചു. പക്ഷേ ഈ അറിവ് അയാളുടെ ജീവിത പ്രമാണമായിട്ട് മാറുകയാണ്. കാരണം ഈ അറിവ് കൊടുത്തതാരാണ്? ഈ അറിവ് തന്നത് ദൈവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അയാളുടെ ജീവിത പ്രമാണമായിട്ട് മാറി. ഇങ്ങനെ ഒരു അറിവ് അയാൾക്ക് സ്വീകരിക്കാൻ സാധിച്ചത് അയാൾക്ക് ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. ദൈവം പറഞ്ഞതാണ് എങ്കിൽ എൻ്റെ ബുദ്ധിക്ക് ഗ്രാഹ്യമാണെങ്കിലും അല്ലെങ്കിലും അത് ഞാൻ സ്വീകരിക്കും. ദൈവം പറഞ്ഞതാണെങ്കിൽ അറിവ് അയാളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നു. അയാളുടെ വിശ്വാസം അയാളുടെ അറിവിന് അടിസ്ഥാനമുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് അയാൾ പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇതാ
മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കണം, തൻ്റേതല്ലാത്ത കുഞ്ഞിന് തൻ്റേതായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിന് പേരിടണം എന്ന് അയാൾ തീരുമാനിക്കുകയാണ്. ആ പ്രവൃത്തിയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം നീതിമാനായിട്ട് മാറ്റുന്നത്. നീതി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രാവർത്തികമാക്കേണ്ട നന്മയാണ് നീതി എന്ന് പറയുന്നത്. നീതി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് നീതി. 5 രൂപ കൊടുക്കേണ്ടയാൾക്ക് 4 രൂപ കൊടുക്കുന്ന അനീതിയും അയാൾക്ക് 6 രൂപ കൊടുക്കുന്ന ഔദാര്യമാണ് സാധാരണ ചിന്തയെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ചും മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ആ ഒരു ഉപമയിൽ അർഹതപ്പെട്ടതല്ല പിന്നെയോ ആവശ്യപ്പെട്ടതെന്താണോ ആവശ്യമുള്ളതെന്താണോ അതാണ് കൊടുക്കുന്നത് നീതി. 1 ദനാറ ആവശ്യമുള്ള ആൾക്ക് 1 ദനാറ കൊടുക്കുന്നതാണത്രേ സുവിശേഷത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി. ഇവിടെ യോസേപ്പ് നീതിമാനായിട്ട് മാറുന്നത് എങ്ങനെയാണ്? മറിയത്തിൻ്റെ മാനത്തിന് അയാൾ വിലയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഈ സമയത്ത് മറിയമെന്ന് പറയുന്ന ഒരു സ്ത്രീക്ക്, ഗർഭിണിയായിരിക്കുന്ന അവൾക്ക് വേണ്ടത് കൂടെ നിൽക്കാനായിട്ടുള്ള ഒരാളാണ് അവൾക്ക് വേണ്ടത്. ഒരു പുരുഷൻ്റെ തുണി അവൾക്ക് ആവശ്യമുണ്ടായിരുന്ന ആ സമയത്ത് യോസേപ്പ് പിതാവ് അവളുടെ കൂടെ നിൽക്കുകയാണ്. അവളുടെ കൂടെ നിൽക്കാനുള്ള ആ ഒരു ഔദാര്യമുണ്ടല്ലോ, അവളുടെ മനസ്സിനെ മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു മഹാമനസ്കതയ്ക്കാണ് യോസേപ്പിൻ്റെ നീതി എന്ന് പറയുന്നത്. അതാണ് ഈശോയ്ക്ക് ആ സമയത്ത് വേണ്ടത്. എന്താണ്? ഒരു വളർത്തു പിതാവിനെ ദൈവം എങ്ങനെയാണോ തന്നെ ഇത്രയും കാലവും സംരക്ഷിച്ച് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് തന്നെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ യോസേപ്പ് അത് മനസ്സിലാക്കുകയും യേശോയ്ക്ക് അപ്പനായിട്ടും മറിയത്തിന് കൂട്ടുകാരനായിട്ടും ഒരു ഭർത്താവായിട്ടും മാറുകയും ചെയ്യുന്ന യോസേപ്പിൻ്റെ ആ മഹാമനസ്കത, അതാണ് നീതിയായിട്ട് മാറിയത്. മറ്റുള്ളവരുടെ മാനം സംരക്ഷിക്കുക, അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെങ്കിൽ കൂടെ നിൽക്കുമ്പോഴാണ് ഏതൊരു നീതിമാനം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളത്. നമ്മുടെ ജീവിത പങ്കാളികളുടെ ആണെങ്കിലും കുടുംബാംഗങ്ങളുടെ ആണെങ്കിലും സമൂഹാംഗങ്ങളുടെ ആണെങ്കിലും ആരുടെയും മാനത്തിന് വിലയിടാതെ അന്തസ്സോടെ ജീവിക്കാൻ എല്ലാവർക്കും വേണ്ട ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ നീതിമാന്മാരായിട്ട് മാറും. വിവാഹത്തിൻ്റെ സമയത്ത് പുരുഷൻ സ്ത്രീക്ക് ഒരു പട്ടുവസ്ത്രം കൊടുക്കുന്നത് സൂചിപ്പിക്കുന്നത് ഇനിമേലിൽ ഒരിക്കലും നിന്നെ ആരും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഒരു വസ്ത്രം എങ്ങനെയാണോ നിൻ്റെ മാനം സംരക്ഷിക്കുന്നത് അതുപോലെ നിന്നെ ഞാൻ സംരക്ഷിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടെയാണ് ഒരു വസ്ത്രം കൊടുക്കുമ്പോൾ വരൻ വധുവിനോട് പറയുന്നത്. അതാ പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരുടെ മാനം സംരക്ഷിക്കുന്നതിന് ഉത്സുകരായിട്ട് തീരാം, യോസേപ്പ് പിതാവിനെ പോലെ. അങ്ങനെ നമുക്ക് മഹാന്മാരും നീതിമാന്മാരുമായിട്ട് മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.